ഇന്ദിരാൻറ്റി, ഞാൻ ആൻറ്റിയുടെ കൂടെ വരാം. മീനു ആണെങ്കിൽ മായ ആൻറ്റിയുടെ കൂടെ പോട്ടെ. ഓക്കെ, അങ്ങനെയാട്ടെ. മിസ്സിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. എൻ്റെ പൊന്നു ആൻറ്റി, എന്നെ ടെൻഷൻ ആക്കല്ലേ. ഒരു തമാശ പറഞ്ഞാട്ടോ. ചേച്ചി ചേച്ചി, എനിക്ക് ടെൻഷനായിട്ട് മേല. അതെന്നാടി, നീ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ട്. സാരമില്ല കേട്ടോ, അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിക്കും. ചേച്ചി എന്തായത്? ഒന്നാമത് എനിക്ക് ടെൻഷനായിട്ട് മേല അപ്പോഴാ. പിന്നല്ല, ഇങ്ങോട്ട് പഠിക്കാനല്ലേ വരുന്നേ, അപ്പോൾ പഠിക്കണം. അത് ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ നീതി ഉണ്ടാക്കിയ, അതാ. അയ്യോ, അതായിരുന്നോ? അയ്യോ, അതെങ്ങനെ മിസ് പറയുമോ? പറഞ്ഞാൽ നമ്മൾ എണ്ണം കൊടുക്കും, അത്രയാണ്. ഇല്ലടി ഇല്ലടി, ഒന്നുമില്ല, അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. ചേച്ചു, നീ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടോ? എന്നെ വെറുതെ വഴക്ക് കേൾപ്പിച്ചോ? ഇല്ലമ്മ, ഞാൻ ഒരു പ്രശ്നത്തിനും ഇല്ലാന്ന്. ഞങ്ങളൊക്കെ നല്ല പിള്ളേരാ. അതെ ആൻറ്റി. ആ, നോക്കട്ടെ എന്താ പറയണേന്ന് അറിയാലോ. ലക്ഷ്മി മിസ്സേ, ഇതാ എൻ്റെ അമ്മ മായ. ഹായ് മിസ്. ആ ഹായ് ഹായ്, വരൂ വരൂ. എങ്ങനെയുണ്ട് മിസ്സേ ലച്ചു? ലക്ഷ്മി ഇതുവരെയും കുഴപ്പമൊന്നുമില്ല, പഠിത്തത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് ഉഴപ്പുന്നുണ്ട്. മിസ്സേ, അല്ലല്ല അങ്ങനെയല്ല, ചെറിയായിട്ട് കോപ്പി അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കോപ്പി അടിയോ? സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ഒച്ച. എന്നാലും മിസ്സേ, കോപ്പി അടിക്കാന്നൊക്കെ പറഞ്ഞാ അങ്ങനെയല്ലെന്നേ, കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുള്ളൂ. അല്ലാണ്ട് പഠിക്കാനൊന്നും പുറകോട്ടൊന്നുമല്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഒരേ മാർക്ക് വന്നു. അല്ല, മീനു എന്താ ഇവിടെ? ആ, അത് പിന്നെ മിസ്സേ, മീനുവിൻ്റെ ശ്വേതയുടെ പേരൻസിന് വരാൻ പറ്റത്തില്ല, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു, അതാട്ടോ. ഓഹോ, അതായിരുന്നോ? എന്നാൽ മീനുവിൻ്റെ കാര്യത്തിൽ സെയിം കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ലച്ചുവിനെ പോലെ തന്നെയാണ് മീനു, അവർക്ക് ഒരേ മാർക്കാണ്. അതാണ് ഒരു സംശയം ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അത് വലിയ കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മിസ്സേ? എല്ലാവരും ഇനി പരസ്പരം മാറ്റിയെടുക്കാൻ പോവാം. അതിൻ്റെ പേരിൽ ഒരു ബഹളം ഉണ്ടാവുമെന്ന് ഉറപ്പാ. ഇപ്പോൾ പേരൻസ് അറിയുന്നതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ആ മിസ്സേ, അത് നല്ലൊരു ഐഡിയ, അങ്ങനെ തന്നെ ചെയ്യാം. മിസ്സേ, ഞങ്ങൾ കോപ്പി അടിച്ചൊന്നും അല്ല മിസ്സേ, സത്യമായിട്ട് ഞങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചതെന്ന് പറഞ്ഞില്ല ഞാൻ മിസ്സേ. ചേടാ, നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാൻ സംശയം പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ചെന്നല്ല കേട്ടോ. അല്ല മിസ്സേ, ഇതിപ്പോ നാണം കെടുത്തിയല്ലോ. ലിച്ചു, മിണ്ടാണ്ടിരി. നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇതിൽ കൂടുതൽ എന്ത് നന്നാകാനാ? മിസ്സേ, ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം, ഇനി ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഓക്കെ ഓക്കെ, എനിക്ക് അത്രയും മതി. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് വളരെ നല്ല കുട്ടികളാണ്. ആ പിന്നെ മിസ്സേ, ഞങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, മറ്റേ മേസിയുടെ കാര്യത്തിൽ. പിള്ളേർ വീഡിയോസൊക്കെ കാണിച്ചില്ലായിരുന്നു. ആ, നിങ്ങളുടെ കംപ്ലയിൻറ്റ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതിന് എതിരെ ഉടനെ ഒരു ആക്ഷൻ തന്നെ എടുക്കും കേട്ടോ. അത് മതി അത് മതി, പിള്ളേരുടെ സുരക്ഷയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ശരി മിസ്സേ, എന്നാൽ വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു മിസ്സേ, താങ്ക് യു മിസ്സേ. ആ ഓ, എന്തൊരാശ്വാസം. പാർവതി.